ആയിട്ടുള്ള 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ഒറ്റ വീഡിയോയിൽ കൂടെ മാക്സിമം വരുന്ന 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കിയാലോ. റെഡി ആണെങ്കിൽ ഇതാ ചോദ്യത്തിലേക്ക് കടക്കാം. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു എക്സ്പൾഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ചോദ്യം എന്താ? കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളലുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചിത്രീകരണം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് ചോദ്യം. അപ്പൊ നോക്കുക, ഈ ഒരു ഫിഗർ കണ്ടാൽ മനസ്സിലാവും അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇമൽഷൻ അല്ലെങ്കിൽ എക്സ്പെല്ലിംഗ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആസ് ബൈകാർബണേറ്റ്. ആദ്യത്തെ രണ്ടെണ്ണം മിസ്സിംഗ് ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ബൈകാർബണേറ്റിന്റെ രൂപത്തിൽ അല്ലാതെ 2 രീതിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നുണ്ട്. അത് ഏത് രീതിയിലാണെന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നോക്കാം, ഫിൽ 1 2 എക്സ്പ്ലെയിൻ ദ പ്രോസസ് 2 and 3 and what will happen to body if the expulsion of carbon dioxide does not take place. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളാതിരുന്നാൽ എന്താണ് നമ്മുടെ ശരീരത്തിന് പറ്റാന്നാണ് ചോദ്യം. അപ്പൊ നോക്കിക്കേ, ആദ്യത്തേത് ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ വാട്ടർ ആണ്. പ്ലാസ്മയിലെ ജലത്തിൽ ലയിച്ച് പോകുന്ന ഒരു വഴിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത്. രണ്ടാമത്തേത് എന്ന് പറയുന്നതോ ഇതാ കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട്. ഒന്ന് പ്ലാസ്മ ജലത്തിലൂടെ, 2 കാർബമിനോ ഹീമോഗ്ലോബിനോ ആയിട്ട് ചേർന്നിട്ടാണ്. മൂന്നാമത്തെ നമ്മൾ കണ്ടുവരുന്നത് ബൈകാർബണേറ്റ് രൂപത്തിലാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്തായിരുന്നു? ആ 2ഉം 3ഉം പ്രക്രിയകൾ വിശദീകരിക്കാനാണ്. എങ്ങനെ ഈ കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് ചേരുന്നത്? അതായത് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, അതല്ലെങ്കിൽ ലങ്സിൽ നിന്ന് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഇൻസൈഡ് ദ ലങ്സ് കാർബമിനോ ഹീമോഗ്ലോബിൻ ആൻഡ് ബൈകാർബണേറ്റ് ബ്രേക്ക് ഡൗൺ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് റിലീസ്ഡ്. എന്താ സംഭവിക്കുന്നത്? ശ്വാസകോശങ്ങളിൽ വെച്ച് കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും വിഘടിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സ്വതന്ത്രമാകുന്നു. അങ്ങനെ ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിൻ രൂപത്തിൽ. അപ്പം ഹീമോഗ്ലോബിനുമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ചേരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? കാർബമിനോ ഹീമോഗ്ലോബിൻ ആവുന്നത്. അതുവഴിയാണ് എന്ത് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്ത് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ എന്താണ് പുറത്തേക്ക് കളയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അത് മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി മൂന്നാമത്തെ നോക്കാം, എങ്ങനെയാണ് ബൈകാർബണേറ്റ് രൂപത്തിൽ കളയുന്നത്? ആസ് ബൈകാർബണേറ്റ് ഫോംഡ് ബൈ ഗെറ്റിംഗ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഇൻ ദ RBC. RBCയിലുള്ള ജലവുമായിട്ട്, അരുണ രക്താണുവിലുള്ള ജലവുമായി ചേർന്ന് ബൈകാർബണേറ്റുകളുടെ രൂപത്തിലാണ് എന്ത് പോകുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്ന മറ്റൊരു രീതി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടിയാൽ എന്തൊക്കെയാണ് സംഭവിക്കുക നോക്കിക്കേ. കാർബൺ ഡൈ ഓക്സൈഡ് കോശത്തിനകത്തും പുറത്തുമുള്ള ജലവുമായി പ്രവർത്തിച്ച് കാർബോണിക് ആസിഡ് ആകുന്നു. എന്താവുന്നത്? കാർബോണിക് ആസിഡ് ആവുന്നു. അത് എന്ത് ചെയ്യുന്നു? നമ്മുടെ ശരീരത്തിൽ കാർബോണിക് ആസിഡിന്റെ അളവ് ഉയരുന്നത് ശരീരത്തിനുള്ളിലെ അസിഡിറ്റി ഉയർത്തുന്നു. തന്മൂലം ആന്തരസ്ഥിതിയിൽ സമസ്ഥിതി എന്ത് ചെയ്യുന്നു? മാറ്റം ഉണ്ടാവുന്നു. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ വാട്ടറുമായിട്ട് കാർബോണിക് ആസിഡ് ആയിട്ട് മാറുമ്പോൾ ശരീരത്തിലെ കാർബണിക് ആസിഡ് കൂടുമ്പോൾ അസിഡിറ്റി കൂടുന്നു. അസിഡിറ്റി കൂടുമ്പോൾ എന്താ? നമ്മുടെ ബോഡിയിലെ മെയിൻറ്റെയിനിങ് പ്രോട്ടോകോൾ നോക്കുക, ഹോമിയോസ്റ്റാസിസ്, ആന്തര സമസ്ഥിതി നഷ്ടമാകുന്നു. അപ്പോൾ ഇതെന്താണ്? ഇതാണ് പ്രശ്നം. നമ്മുടെ ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാൽ. നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം, 4 മാർക്കിന്റേത്. കമ്പോണന്റ്സ് ഓഫ് ഫ്ലൂയിഡ് കളക്ടഡ് ഇൻ ദ ക്യാപ്സുലാർ സ്പേസ് ഓഫ് ബൗമാൻസ് ക്യാപ്സൂൾ ആർ ഗിവൺ ഇൻ ദ ബോക്സ്. അനലൈസ് ദം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. നോക്കുക, വാട്ടർ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം അയൺ, വിറ്റാമിൻ, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ. അപ്പൊ നോക്കുക, ഇവിടെ പറഞ്ഞിട്ടുള്ള ഫ്ലൂയിഡ് ഏതാണെന്നാണ് ചോദ്യം. അതായത് ഈ കമ്പോണന്റ്സ് അടങ്ങിയ ഫ്ലൂയിഡ് ഏതാണ് എന്ന്. അതായത് ഈ ദ്രാവകം ഇത് രൂപപ്പെടുന്നത് എങ്ങനെ ഉണ്ടാവുന്നു. ഇനി ചൂസ് ദ കമ്പോണന്റ് വിച്ച് ആർ നോട്ട് പ്രസന്റ് ഇൻ ദ യൂറിൻ. മൂത്രത്തിൽ പെടാത്തതായിട്ട് ഇതിൽ ഏത് കമ്പോണന്റാ വരുന്നതെന്ന് എഴുതണം. ഇനി വാട്ട് ഈസ് ദ റീസൺ ഫോർ ആബ്സെൻസ് ഓഫ് ദിസ് കമ്പോണന്റ്സ് ഇൻ യൂറിൻ. മൂത്രത്തിൽ ഈ പറയുന്ന കമ്പോണന്റ്സ് ഇല്ലാത്തതിന് കാരണം എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്കറിയാം ഇതെന്താണ്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ് അല്ലെ. ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ്. അതെഴുതി. ഇനി എങ്ങനെയാണ് ഇത് രൂപപ്പെടുന്നത്? അതും കൂടി എഴുതാൻ നമുക്ക് 2 മാർക്ക് കിട്ടൂ. നോക്കാം, രക്തം ഗ്ലോമറുലസിലൂടെ ഒഴുകുമ്പോൾ അതിലെ സുഷിരങ്ങളിലൂടെ സൂക്ഷ്മ അരിക്കലിന് വിധേയമാകുന്നു. അപ്പൊ നമ്മുടെ ഗ്ലോമറുലസിലൂടെ എന്ത് സംഭവിക്കുന്നു? ബ്ലഡ് ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നു. ഇനി നോക്കിക്കേ, ഈ ഘടകങ്ങളിൽ മൂത്രത്തിൽ കാണപ്പെടുന്നത് അല്ലെ, ഘടകങ്ങളിൽ നിന്നും മൂത്രത്തിൽ കാണപ്പെടാത്ത ഘടകങ്ങൾ, അതായത് നമ്മുടെ ഈ പറയുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഉണ്ട്, പക്ഷെ യൂറിനിൽ കാണപ്പെടാത്തതായിട്ടുള്ള കമ്പോണന്റ് ഏതാണ്? ഘടകങ്ങൾ ഏതാണെന്ന ചോദ്യം. അത് ഏതാണ്? ഗ്ലൂക്കോസും അമിനോ ആസിഡാണ് അല്ലെ. കാരണം എന്താ? ഗ്ലൂക്കോസും അമിനോ ആസിഡും റീഅബ്സോർബ് ചെയ്യുന്നുണ്ട് റീനൽ ട്യൂബ്യൂളിൽ നിന്ന് അല്ലെ. അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? തിരിച്ചു കയറുന്നുണ്ട്. അതായത് ഗ്ലൂക്കോസും അമിനോ ആസിഡുകൾ എന്ത് ചെയ്യുന്നു? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് വൃക്കാനളികളിലൂടെ ശേഖരണ നാളിയിലേക്ക് ഒഴുകുമ്പോൾ അവശ്യ വസ്തുക്കൾ ബാഹ്യ നളിക ലോമിക ജാലത്തിൽ നിന്ന് പുനരാകിരണം ചെയ്യുന്നു. അപ്പൊ കാരണവും വ്യക്തമായല്ലോ. അങ്ങനെ ഇത് മുഴുവനായി ചെയ്താൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഇനി ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 2 ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ മിസ് വീണ്ടും വരും. ബൈ ബൈ.